തുടർച്ചയായി മണ്ണിടിയുന്നത് വലിയ ആശങ്കയാവുകയാണ്. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടിയാണ് വീണ്ടും പുളിമ്പറമ്പിൽ മണ്ണിടിഞ്ഞ് വീണത്. ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിങ്ങനെ ഊർന്ന് താഴേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ വീട്ടിൻ്റെ മുറ്റത്തു നിന്ന് ഏകദേശം ഒരു 15 മീറ്ററോളം അകലെയായാണ് ദേശീയപാതയുടെ നിർമ്മാണം, ഈ മണ്ണ് നീക്കലൊക്കെ നടന്നു വന്നിരുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇടിഞ്ഞ് ഇപ്പോൾ ഈ വീട് കൂടി അപകടാവസ്ഥയിലാവുന്ന സ്ഥിതിയിലാണ്. ഈ റോഡിലൂടെ വലിയ വാഹനങ്ങൾക്ക്, ബസ്, ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ ഭീഷണിയാണ് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നതല്ലേ? പിന്നെ ഭീഷണിയാണ്, കാരണം വളരെ ഭീഷണിയാണ്. കാരണം ഇപ്പം വലിയ പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി വലിയ വാഹനം പോകുമ്പോൾ ഇത് താവുന്ന ഒരു അവസ്ഥയുണ്ട്. വളരെ ഡേഞ്ചറായ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇങ്ങനെ ഇടിഞ്ഞു പോകാൻ കാരണം വെച്ചാൽ മഴ പെയ്തുകൊണ്ട്. കാരണം മഴയൊക്കെ മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് മഴയത്ത് കാത്തുനിന്നതിന് ഏറ്റവും വലിയ തെറ്റാണ്. പിന്നെ അതുപോലെ ഒറ്റയടിക്ക് തന്നെ 100-200 അടി താഴേക്ക് ഡയറക്റ്റായിട്ട് താത്തു പോയത്. കാരണം സ്റ്റെപ്പായിട്ടാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവിടെ ഒരു വീടുണ്ട്, ആ കാണുന്ന വീട്. അതിൻ്റെ കാരണം അത് ആദ്യം ഈ സ്ഥലത്തിൻ്റെ താഴെ വീട്, ഇപ്പോൾ അത് വീട് മുകളിലും സ്ഥലം താഴെയായി. അപ്പോൾ അതും ഏത് നിമിഷം ആ വീട് മൊത്തത്തിൽ വീഴാനുള്ളൊരു സ്ഥിതിയാണുള്ളത്. ആ നേരെ കാണുന്ന അവിടെയാണ് ആ വീടുള്ളത്. ദേശീയപാത നമുക്കൊക്കെ അനിവാര്യമാണ്, പക്ഷേ ഈ വിധത്തിലുള്ള പ്രശ്നങ്ങളല്ലേ? ഇതെല്ലാം പ്രശ്നമാണ്. ദേശീയപാത ആവശ്യമാണ്, കാരണം അത് ആ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാതെ കൊണ്ടുള്ള പ്രശ്നമാണ്. കാരണം ആ മണ്ണിൻ്റെ ഘടനയും നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ ഘടനയും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം വരില്ല. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കുപ്പത്ത് മണ്ണിടിയുന്നുണ്ട്. തുടർച്ചയായി 10 ദിവസം തുടർച്ചയായി അവിടെ മണ്ണിടിച്ചിലുണ്ടായി. അതുപോലെ തന്നെയാണ് തളിപ്പറമ്പ്, പുളിമ്പറമ്പിലും സ്ഥിതി. വലിയ അപകടാവസ്ഥയിലാണ്. ഏത് നേരവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാം എന്നുള്ള സ്ഥിതിയാണ്. ഈ റോഡിൽ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അരികിൽ കോൺക്രീറ്റിൻ്റെ വലിയ ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് ഗതാഗതം കുറച്ചെങ്കിലും സാധ്യമാകുന്നത്. ആശങ്കയിലാണ് പ്രദേശവാസികളാകെയുള്ളത്. തളിപ്പറമ്പിൽ നിന്ന് ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.